നമസ്കാരം, ഞാൻ ഡെയ്സൺ ജോസഫ്. വെൽക്കം ടു അനദർ വീഡിയോ. മ്യൂച്വൽ ഫണ്ടിൽ റിസ്ക് ഉണ്ട് എന്ന് മാത്രമല്ല, റിട്ടേൺ കിട്ടുന്ന കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ല. ഇത് പറയുന്നത് നമ്മളാരും അല്ല, മറിച്ച് ആരാ? മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ തന്നെയാണ്. എന്നിട്ടും ഞങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് പറയുന്നു, നിങ്ങൾ നിർബന്ധമായിട്ടും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം. വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ മ്യൂച്വൽ ഫണ്ടിനോളം പോകുന്ന മറ്റൊരിടമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? റിസ്ക് തീരെ കുറഞ്ഞ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേൺ ഉള്ള ഒരുപാട് ഇടങ്ങളുണ്ടല്ലോ നമുക്ക് പൈസ ഇടാൻ വേണ്ടിയിട്ട്. ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ്, റിക്കറിംഗ് ഡെപ്പോസിറ്റ്, LIC പോളിസികൾ, ചിട്ടി ഫണ്ടുകൾ, ഇവയൊക്കെ ഉണ്ടല്ലോ. ഇവിടെയൊക്കെ കൊണ്ടുപോയി ഇട്ടാൽ പോരെ നമ്മുടെ പൈസ? എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കാനൊക്കെ പോകുന്നത്? എന്തിനാണ് വെറുതെ തലവേദന ഉണ്ടാക്കാനൊക്കെ പോകുന്നത്? ഈ കാര്യങ്ങൾ ഏറ്റവും വ്യക്തമായിട്ട്, ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കുവാൻ ഈ ചെറിയ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പണം നിശബ്ദമായി ആക്രമിച്ച് നശിപ്പിക്കുന്ന ഒരു വില്ലനെ പറ്റിയാണ്. നമ്മളിൽ പലരും ഇവനെ പറ്റി കേട്ടിട്ടുണ്ട് എങ്കിലും ഇവന്റെ യഥാർത്ഥ മുഖം ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല. എന്താണ് ഈ വില്ലന്റെ പേര്? മറ്റൊന്നുമല്ല, ഇൻഫ്ലേഷൻ. സമയം കുറവാണെങ്കിലും ചെറിയൊരു ഉദാഹരണം പറയാം കേട്ടോ. ഇപ്പോൾ ഒരു വ്യക്തി, അയാൾ ഒരു സാധനം മേടിക്കാൻ വേണ്ടി വളരെയധികം ആഗ്രഹിച്ചിരുന്നു. എന്ത് സാധനമായി ചോദിച്ചേക്കരുത്, കഥയിൽ ചോദ്യമില്ല. അപ്പോൾ ആ സാധനം മേടിക്കാൻ വേണ്ടി അയാൾ കടയിൽ ചെന്നു. 1000 രൂപയാണ് ആ സാധനത്തിന്റെ വില. കടയിൽ കയറി സാധനം വാങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ അയാൾക്ക് തോന്നി, ഇപ്പോൾ എനിക്ക് ഈ സാധനം ആവശ്യമില്ല, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് മേടിച്ചാൽ മതി. അയാൾ വാങ്ങാതെ തിരിച്ചു പോകുന്നു. ഈ 1000 രൂപ എന്ത് ചെയ്തു? വീട്ടിൽ കൊണ്ടുവന്ന് അലമാരി വെച്ച് ഭദ്രമായിട്ട് പൂട്ടി. എന്തിനു വേണ്ടിയാ? കുറച്ച് കഴിഞ്ഞിട്ട് ഈ സാധനം മേടിക്കാൻ വേണ്ടി. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞു പോയി. 5 വർഷം കഴിഞ്ഞു പോയി. 5 വർഷം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് തോന്നി, ഇപ്പോൾ എനിക്ക് വേണം ആ സാധനം. ഇയാൾ എന്ത് ചെയ്തു? അലമാര ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ 1000 രൂപ അവിടെ തന്നെ ഇരിപ്പുണ്ട്. 1000 ആയിട്ട് തന്നെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ, മാറ്റമൊന്നുമില്ല. ഈ പൈസയും കൊണ്ട് ചങ്ങാതി എന്ത് ചെയ്തു? കടയിൽ പോയി. അപ്പോൾ ആ കാര്യം മനസ്സിലാകുന്നത്, സാധനം കിട്ടണമെങ്കിൽ എത്ര വേണം? 1000 പോരാ, 1800 വേണം. 5 കൊല്ലം കൊണ്ട് ഇതിന്റെ വില 800 രൂപ വർദ്ധിച്ചു. എന്താ അതിന്റെ കാരണം? ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം. ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള പണം കൊണ്ട് ഇപ്പോൾ ആ സാധനം കിട്ടില്ല. ഇദ്ദേഹത്തിന്റെ പണത്തിന് മൂല്യം ഇല്ല അത് മേടിക്കാനുള്ള. ഇദ്ദേഹത്തിന്റെ പണത്തിന്റെ മൂല്യം കുറച്ച വിലനും ആര് തന്നെയാണ്? ഇൻഫ്ലേഷൻ. അന്നേരം ഇയാൾ മനസ്സിൽ ഓർത്ത് കേട്ടോ, ഈ 1000 രൂപ ഒന്ന് അലമാരി കൊണ്ട് വെക്കാതെ എന്ത് ചെയ്താൽ മതിയായിരുന്നു? ബാങ്കിൽ FD ആയിട്ട് ഇട്ടാൽ മതിയായിരുന്നു. പലിശ അടക്കം എടുത്ത് ഇപ്പോൾ ആ സാധനം വാങ്ങാരുതെന്ന്. പക്ഷെ അത് വെറും തോന്നൽ മാത്രമാണ്. ബാങ്കിൽ ഇതുകൊണ്ട് അന്ന് FD ഇട്ടിരുന്നെങ്കിൽ ഇപ്പോൾ അതൊരു 1400 രൂപയോളം ആയേനെ. എന്നാലും പറ്റുമോ സാധനം മേടിക്കാൻ വേണ്ടി? പറ്റില്ല. അപ്പൊ ഇൻഫ്ലേഷന്റെ അക്രമം ഉണ്ടായി അല്ലേ? പണം അലമാരി വെച്ചപ്പോഴും ഉണ്ടായി, ബാങ്കിൽ ഇട്ടാലും അത് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ വില്ലനെ പരിചയപ്പെട്ട സ്ഥിതിക്ക് രണ്ടാമതായിട്ട് നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കാം. നമ്മുടെ ആളുകളിൽ മിക്കവർക്കും സേവിങ് ഹാബിറ്റ് ഉണ്ട്. പല ആൾക്കാരുടെയും സ്വകാര്യ അഹങ്കാരമാണ്, ഞാൻ അത്യാവശ്യം സേവിങ്സ് ഉള്ള ആളാണ്, എനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു നല്ല ഭാഗം കൃത്യമായിട്ട് സേവ് ചെയ്യാറുണ്ട്. നല്ലതാ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് നാടൻ പണിയെടുക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഇദ്ദേഹം എല്ലാ ദിവസവും 1000 രൂപയ്ക്ക് പണിയെടുക്കും, എന്നാൽ 250 രൂപ കൃത്യമായിട്ട് അദ്ദേഹം മാറ്റി വെക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ സേവിങ് ഹാബിറ്റ് ഉള്ള ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്, നിങ്ങൾ ഇങ്ങനെ മാറ്റി വെക്കുന്ന പൈസ, ഇങ്ങനെ സേവ് ചെയ്തു എന്ന് പറയുന്ന പണം ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? വളരെ കുറച്ച് ആൾക്കാർ ഈ പണം വീട്ടില് അലമാരയിലോ കട്ടിലിന്റെ അടിയിലോ ഒക്കെ വെച്ചിരിക്കുമായിരിക്കും. എന്നാൽ ഭൂരിഭാഗം പേരോടും ചോദിച്ചാൽ ഉത്തരം ഇങ്ങനെയായിരിക്കും, ആ പണം ഒന്നുകിൽ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആയിട്ടോ ഒക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രഡീഷണൽ ആയിട്ടുള്ള LIC പോളിസികളിൽ കൊണ്ട് ഇട്ടിട്ടുണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും ചിട്ടി ഫണ്ടുകളിൽ കൊണ്ടുപോയിട്ട് ഇട്ടിട്ടുണ്ടായിരിക്കും. ഒരു കാര്യം വ്യക്തമായിട്ട് അങ്ങോട്ട് മനസ്സിലാക്കുക, ഈ പറഞ്ഞ ഇടങ്ങളിൽ എവിടെയെങ്കിലും ആണ് നിങ്ങളുടെ പണം ഉള്ളത് എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഫ്ലേഷൻ എന്ന വില്ലൻ നമ്മുടെ പണത്തെ ആക്രമിച്ച് നശിപ്പിക്കും. ഇൻഫ്ലേഷന്റെ അക്രമത്തെ ചെറുക്കാനുള്ള ശേഷി നമ്മൾ ഈ പറഞ്ഞ ഇടങ്ങൾക്കില്ല. എന്ന് വെച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റും റിക്കറിംഗ് ഡെപ്പോസിറ്റും ചിട്ടിയും ഒന്നും മോശമാണ് എന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. ഫിക്സഡ് ഡെപ്പോസിറ്റും RDയും ഒക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ പറ്റി വളരെ വ്യക്തമായിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് മുൻപ്. അതുപോലെ ചിട്ടി അത് ലോണിന് പകരക്കാരനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അതൊരു സേവിങ്സോ ഇൻവെസ്റ്റ്മെന്റോ അല്ല
ആണെന്നേ ഉള്ളൂ. അതിനെപ്പറ്റി നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ പണത്തിനെ നേരത്തെ പറഞ്ഞ ഇൻഫ്ലേഷൻ എന്ന വില്ലന്റെ അക്രമത്തിൽ നിന്നും രക്ഷപ്പെടുത്തണമെങ്കിൽ പണത്തെ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചാൽ പോരാ. ഇങ്ങനെയുള്ള ഇടങ്ങളിൽ മറിച്ച് എന്ത് ചെയ്യണം? അതിനെ ഇൻവെസ്റ്റ് ചെയ്യണം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പണം കൊണ്ടുപോയി ഇട്ടിരിക്കുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റിന് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനുള്ള ശേഷി ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷന്റെ റേറ്റിനേക്കാൾ വളരെ മുകളിലാണ് അതിൻ്റെ വളർച്ചാ നിരക്കെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെന്റാണ്. ഇൻഫ്ലേഷനേക്കാൾ താഴെയാണ് നമ്മൾ പൈസ കൊണ്ട് ഇട്ടിരിക്കുന്ന ആ ഒരു ഇടത്തിൽ നിന്ന് കിട്ടുന്ന ഗ്രോത്ത് എങ്കിൽ അതെന്ത് മാത്രമാണ്? സേവിങ്സ് മാത്രമാണ്. റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ്, സിൽവർ, സ്റ്റോക്ക്, മ്യൂച്വൽ ഫണ്ട്, ക്രിപ്റ്റോ കറൻസി ഇവയെല്ലാം തന്നെ ഇൻവെസ്റ്റ്മെന്റുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി മൂന്നാമതായിട്ട് അറിയേണ്ട കാര്യം ഇതാണ്. എല്ലാവരും പറയുന്നുണ്ട് സേവിങ്സിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇടങ്ങളുണ്ടല്ലോ, FD, RD തുടങ്ങിയ ഇടങ്ങൾ, ചിട്ടി, അതുപോലെ എന്താണ് ഇൻഷുറൻസ് പോളിസി, അവിടെയൊക്കെ എന്തില്ല? റിസ്ക് ഇല്ല അത്രേ. റിട്ടേൺ ഗ്യാരണ്ടീഡ് ആണ്. സംഗതി ശരിയാകട്ടോ, റിസ്ക് താരതമ്യേന കുറവാണ്. പക്ഷെ നമുക്ക് വേണ്ടത് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ലോവർ റിട്ടേൺ അല്ല. പിന്നെ നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ പണത്തിന് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ മാത്രമുള്ള ശേഷി ഉണ്ടാകണം, അതിന് തക്ക വളർച്ച ഉണ്ടാകണം. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ റിസ്കിൻ്റെ കാര്യം, ഒട്ടും റിസ്ക് എടുക്കാതിരിക്കുക എന്നതും അതുപോലെ തന്നെ വളരെ കൂടുതൽ റിസ്ക് എടുക്കുക എന്നുള്ളതും ഇത് രണ്ടും നല്ല കാര്യമല്ല. പിന്നെ എന്താ നല്ല കാര്യം? ഏതൊരു വ്യക്തിയും സാമ്പത്തിക കാര്യങ്ങളിൽ അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുന്ന റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തിക്കും ഉണ്ട് ഒരു സാധനം, എന്ത്? റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി. ആ കപ്പാസിറ്റിക്ക് അനുയോജ്യമായ റിസ്ക് എടുക്കണം. എങ്കിൽ മാത്രമേ അദ്ദേഹം പണം നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്ന ഒരാളാണെന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി നാലാമതായിട്ട് പറയാൻ പോകുന്ന കാര്യം, അതാണ് നമ്മൾ പറയാൻ പോകുന്ന യഥാർത്ഥ കാര്യം. എന്തുകൊണ്ട് മ്യൂച്വൽ ഫണ്ട്? ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഇടങ്ങളുണ്ട്, അതിൽ ഏറ്റവും മികച്ചത് എന്താണ്? മ്യൂച്വൽ ഫണ്ടാ. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ഇതാണ്, അഫോർഡബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആർക്കും പറ്റും. ഏത് ദരിദ്രനും പറ്റും, എത്ര വലിയ റിച്ചായ ആൾക്കും പറ്റും. ഒരു SIP സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മിനിമം എത്ര രൂപ മതി? 100 രൂപ മതി. അപ്പോൾ 100 രൂപ നീക്കി വെക്കാൻ പറ്റുന്നവനും എന്ത് സാധിക്കും? മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ ലക്ഷക്കണക്കിന് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രാപ്തി ഉള്ളവനും എവിടെ കൊണ്ട് നിക്ഷേപിക്കാം? മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാം. അഫോർഡബിലിറ്റി ഉണ്ട്. അതുപോലെ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, എപ്പോൾ വിഡ്രോ ചെയ്യണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് ആരാ? ഇൻവെസ്റ്റർ തന്നെയാണ്. ഫ്ലെക്സിബിലിറ്റി. രണ്ടാമത്തെ കാര്യമാണ് ഡൈവേഴ്സിഫിക്കേഷൻ. ഡൈവേഴ്സിഫൈഡ് ആ മ്യൂച്വൽ ഫണ്ട്. അതായത് മ്യൂച്വൽ ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് അത് പോകുന്നത് പല സ്ഥലങ്ങളിലേക്കാണ്. ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് വിവിധ കമ്പനികളുടെ സ്റ്റോക്കിലേക്കാണ് പോകുന്നത്. അതുപോലെ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, അതുപോലെ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്, സിൽവർ മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ ഗോൾഡിലേക്കും സിൽവറിലേക്കും ഡെപ്റ്റിലേക്കും എല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ ഏതിലൂടെ പറ്റും? മ്യൂച്വൽ ഫണ്ടിലൂടെ പറ്റും. ഇനിയിപ്പോൾ ഈ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടുകളുണ്ട്, അവിടെ കൊണ്ട് ഇട്ടാണ്ടല്ലോ മൾട്ടി അസറ്റുകളിലേക്കാണ് നമ്മുടെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇക്വിറ്റിയിലേക്ക് ഒരു ഭാഗം, ഡെപ്റ്റിലേക്ക് വേറൊരു ഭാഗം, സിൽവറിലേക്ക് വേറൊരു ഭാഗം, ഗോൾഡിലേക്ക് വേറൊരു ഭാഗം, അങ്ങനെ പോകും. വെൽ ഡൈവേഴ്സിഫൈഡ് ആണ് മ്യൂച്വൽ ഫണ്ടുകൾ. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകൾക്ക് ബേസിക്കലി വേണ്ട ഒരു കാര്യം മ്യൂച്വൽ ഫണ്ടിൽ ജന്മനാ തന്നെ ഉണ്ട്. മൂന്നാമത്തെ കാര്യം, അത് ഒരുപാട് പറഞ്ഞതാണ്, ബീറ്റ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനുള്ള ശേഷി ആർക്കുണ്ട്? മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിനുണ്ട്. അതൊരു ലോങ് ടൈമിലാണ് ലഭിക്കുക എന്ന കാര്യം മറക്കരുത് എന്ന് മാത്രം. പിന്നെ നാലാമത്തെ കാര്യം കൂടെ പറഞ്ഞേക്കാം, ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള നിക്ഷേപങ്ങളാണ് മ്യൂച്വൽ ഫണ്ടുകളിൽ നമ്മൾ നടത്തുന്നത്. ഒരു ലക്ഷ്യത്തെ മുന്നിൽ കണ്ട് അതിനു വേണ്ടിയുള്ള പ്ലാനിങ് നടത്തി അതിന് എത്ര കോർപ്പസ് വേണ്ടി വരും എന്ന് വ്യക്തമായി കണക്കാക്കി ആ കോർപ്പസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ്, അതാണ് ശരിക്കും നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എപ്പോഴും പറയുന്ന രണ്ട് കാര്യങ്ങൾ വീണ്ടും പറയുകയാണ്. മ്യൂച്വൽ ഫണ്ടുകൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇടമാണ്. 1 കൊല്ലം കഴിഞ്ഞ്, 1.5 കൊല്ലം കഴിഞ്ഞ്, 2 കൊല്ലം കഴിഞ്ഞൊക്കെ ആവശ്യമുള്ള പണം എവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കരുത്? മ്യൂച്വൽ ഫണ്ടിൽ കൊണ്ടുപോയി നിക്ഷേപിക്കരുത്. അപ്പോൾ എത്രയായി ലോങ് ടൈം?
3 ഇയർ എന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷേ ഞങ്ങൾ എപ്പോഴും 5 ഇയർ ആൻഡ് എബോവ് ആണ് ലോങ് ടൈം ആയിട്ട് പരിഗണിക്കുക. 5 ഇയേഴ്സ് ആൻഡ് എബോവ് അങ്ങനെ നിക്ഷേപിക്കാൻ പറ്റുമെങ്കിൽ മാത്രം എവിടേക്ക് വരിക? മ്യൂച്വൽ ഫണ്ടിലേക്ക് വരിക. കാര്യങ്ങൾ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇനിയും വ്യക്തമാകാത്ത കാര്യങ്ങൾ കമന്റിലൂടെയും മെസ്സേജിലൂടെയും ചോദിക്കാവുന്നതാണ്. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.